മിസ്റ്റർ മുഹമ്മദ് റിയാസ്, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് രാവിലെ 6 മണിക്ക് ഞങ്ങൾ എല്ലാവരും കൂടി തുടങ്ങിയ ഒരു യാത്രയാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത വലിയ സ്വീകരണവും പിന്തുണയും ആവശ്യങ്ങളുമാണ് വയനാട്ടിലെ ജനങ്ങൾ മുന്നോട്ട് വെച്ചത്. അവർ ഒരു തിരിച്ചു കയറാനുള്ള അവസാനത്തെ ലാപ്പിലാണ് നിൽക്കുന്നത്. അവർ പറയുന്നത് ഈ വയനാട് ദുരന്തം എന്ന് പറയുന്നൊരു ടാഗ്ലൈൻ എങ്ങനെയോ അറിയാതെ വീണുപോയി. അത് കാരണം ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടേക്ക് വരുന്നത് കുറഞ്ഞു. 80% ബുക്കിംഗ് പോയി. ചായക്കട പ്രവർത്തിക്കുന്നില്ല, ഹോട്ടലുകളില്ല, ഓട്ടോക്കാർക്ക് കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് സുരക്ഷിതമായ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളും തുറന്നു കൊടുക്കണം എന്നതാണ് അവർ ആദ്യം അങ്ങയോട് ആവശ്യപ്പെടുന്നത്. ഞങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകണമേ എന്നാണ് അവർ ഞങ്ങളോട് പറയുന്നത്. അത് അങ്ങയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുന്നു. അങ്ങ് ഈ ജനതയ്ക്ക് വേണ്ടി ആ തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. മിനിസ്റ്റർ, വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഇവിടെ അരുണെ റേസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ ഈ ഗവൺമെന്റ് വന്ന ഉടനെ വയനാട് ടൂറിസത്തെ എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളത് എല്ലാ നിലയിലും പരിശോധിച്ചു. കോവിഡിന്റെ സമയമായിരുന്നു. അങ്ങനെയാണ് ബാംഗ്ലൂർ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട IT ഹബ്ബ് കേന്ദ്രീകരിച്ച് വയനാട് ടൂറിസത്തിന്റെ വലിയ മാർക്കറ്റിംഗ് നടത്തി. ബാംഗ്ലൂരിലെ തിയേറ്ററുകളിൽ വയനാട് ടൂറിസത്തിന്റെ സ്ലൈഡ്, FM റേഡിയോ, അതുപോലെ ന്യൂസ് പേപ്പർ, എയർപോർട്ട്, അതിന്റെ വലിയ റിസൾട്ട് ഉണ്ടായി. വയനാട് അടിച്ചു കയറി. വയനാടിന്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റുകളുടെ വരവുള്ള വർഷങ്ങളായിരുന്നു ഈ കഴിഞ്ഞ വർഷങ്ങൾ. ബാംഗ്ലൂരിൽ നിന്നും വീക്കെൻഡ് വരുന്ന ഒരു പ്രധാന കേന്ദ്രമായി വയനാട് മാറി. അത് പിന്നെ ബാംഗ്ലൂരിൽ ഒതുങ്ങിയില്ല. നോർത്ത് ഇന്ത്യയിൽ നിന്നും പിന്നെ വിദേശത്തു നിന്നൊക്കെ ആളുകൾ വരുന്ന സ്ഥിതിയുണ്ടായി. നമ്മളെ ആകെ പ്രയാസത്തിലാക്കിയ ദുരന്തം വന്നു. ഏറ്റവും അധികം ബാധിച്ച ഒരു മേഖല ടൂറിസം മേഖലയാണ്. ഇവിടെ പറഞ്ഞ 100% ശരിയാണ്. അതിന് പരിഹാരം കാണണം, ഇടപെടണം. ഇപ്പോൾ നമ്മൾ അതിജീവനത്തിന്റെ പ്രവർത്തനത്തിലാണ്. രക്ഷാദൗത്യം ഏറെക്കുറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗമായി ടൂറിസം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു യോഗം ഈ തിങ്കളാഴ്ച തന്നെ വിളിച്ചെടുത്തിട്ടുണ്ട്. ഈ വയനാട് ടൂറിസം എന്ന് പറയുമ്പോൾ വയനാട്ടിലുള്ളവർ മാത്രമല്ല, തൊട്ടടുത്ത കണ്ണൂരും കോഴിക്കോടും ഒക്കെ ഉള്ളവർ ഇതിന്റെ ഭാഗമാണ്. അവരൊക്കെ സെലക്ട് ആയിട്ടുള്ള കുറച്ച് ആളുകളെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പഴയ നിലയിലേക്ക് ടൂറിസത്തെ കൊണ്ടുവരാൻ ഒരു മാസ് ക്യാമ്പയിൻ കേരളത്തിലാകെ, കേരള ടൂറിസത്തെ കുറിച്ചുള്ള ഒരു മാസ് ക്യാമ്പയിൻ ലോകത്താകെ സംഘടിപ്പിക്കാൻ, ലോകത്താകെയുള്ള മലയാളികളുടെ സഹായത്തിൽ സംഘടിപ്പിക്കാൻ ആലോചിച്ച വിവരം കൂടി ഇവിടെ ആദ്യമായിട്ട് അരുണിനെ അറിയിക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ പറയുകയാണ്. അത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അത് വയനാട് ടൂറിസത്തിന്റെ പുനരുജ്ജീവനം ഉൾപ്പെടെ കണ്ടുകൊണ്ടാണ് ആ നിലയിലേക്കുള്ള ഒരു മാസ് ക്യാമ്പയിൻ സെപ്റ്റംബറിൽ ഇൻഡസ്ട്രിയെ ആകെ യോജിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നീക്കുന്നതിന്റെ ഒരു പ്രാഥമിക ആലോചന യോഗം ഈ തിങ്കളാഴ്ച. അതോടൊപ്പം ടൂറിസത്തെ ആകെ തുറന്നു കൊടുത്തുകൊണ്ട് ടൂറിസ്റ്റുകളെ ആകെ വെൽക്കം ചെയ്യുന്ന സൃഷ്ടിക്കാനും. മിനിസ്റ്റർ, ഒരു നിമിഷം ഞാൻ ഈ വയനാട്ടിൽ മീനങ്ങാടിയിൽ കൂടിയിരിക്കുന്ന ആളുകളോട് മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞ കാര്യം ഞാനൊന്ന് അറിയിക്കട്ടെ. മിനിസ്റ്റർ പറയുന്നത് ഇവർക്ക് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നില്ല. ഞാനൊന്ന് ഇവരോട് പറഞ്ഞിട്ട് ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ ഇവിടുത്തെ ആരൊക്കെയാണ് ഉള്ളത്? മീനങ്ങാടിയിലുള്ളത് ആരൊക്കെയാണ്? മീനങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ്. മിനിസ്റ്റർ ഒരു നിമിഷം. ഞാൻ നമ്മുടെ മീനങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെയുണ്ട്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഏകദേശം 45,000-ലധികം ആളുകൾ യൂട്യൂബിലൂടെ തത്സമയം വയനാടിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങ് പറഞ്ഞ ഈ അനൗൺസ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വയനാടിൻ്റെ ടൂറിസത്തെയും കേരളത്തിൻ്റെ ടൂറിസത്തെയും വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഒരു മാസ് ക്യാമ്പയിൻ ആരംഭിക്കാൻ പോകുന്നു സർക്കാർ എന്നുള്ളതാണ് ആദ്യത്തെ പ്രഖ്യാപനം. അതൊന്ന്. രണ്ടാമത്തത്, ഇതുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തര യോഗം തിങ്കളാഴ്ച തന്നെ കൂടാൻ പോകുന്നു. അപ്പോൾ മിനിസ്റ്റർ, ഇനി അറിയേണ്ടത് വയനാട്ടിലെ സുരക്ഷിതമായ ടൂറിസം സ്പോട്ടുകൾ DTPCക്ക് തുറന്നു കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ. അത് സുരക്ഷിതമായ സ്ഥലങ്ങൾ, ചില സ്ഥലങ്ങൾ സുരക്ഷിതമാണെന്ന് ഇവർ തന്നെ പറയുന്നു, ശരിയല്ലേ? അപ്പോൾ അത്തരം സ്ഥലങ്ങൾ കൂടി നമുക്ക് തുറന്നു കൊടുക്കാമല്ലോ. ബാണാസുര സാഗർ ഡാം എന്തായാലും തുറന്നു കൊടുത്തു. അതുകൂടി DTPCയോട് അങ്ങ് നിർദ്ദേശിക്കുമോ മിനിസ്റ്റർ? തീർച്ചയായിട്ടും തിങ്കളാഴ്ചത്തെ മീറ്റിംഗോട് കൂടി അത്തരം കാര്യങ്ങൾ കൂടി തീരുമാനിക്കും. തിങ്കളാഴ്ചത്തെ മീറ്റിംഗ് വളരെ നിർണായകമാണ്. അതിൽ അത്തരം കാര്യങ്ങൾ കൂടി ആലോചിക്കും. സോഷ്യൽ മീഡിയ വഴി ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, വയനാട് ടൂറിസത്തിന്റെ ക്ഷീണം വയനാട്ടിന് മാത്രമല്ല കേരള ടൂറിസത്തെ ആകെയാണ് ബാധിച്ചിട്ടുള്ളത്. സോഷ്യൽ മീഡിയ വഴി, അതിൽ റിപ്പോർട്ടർ TV ഉൾപ്പെടെ എല്ലാ ചാനലുകളുടെയും സഹായം വേണം. സോഷ്യൽ മീഡിയ വഴി ഒരു മാസ് ക്യാമ്പയിൻ, കേരളം ഇന്ന് വരെ കാണാത്ത നിലയിലേക്ക് ഓരോ പൗരനെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു മാസ് ക്യാമ്പയിന്റെ പ്രാഥമിക ആലോചന നടത്തി കഴിഞ്ഞു. സെപ്റ്റംബർ മാസം അതിനുവേണ്ടി മാറ്റിവെക്കുകയാണ്. സെപ്റ്റംബർ മാസം വിപുലമായി വയനാട് ടൂറിസത്തെയും കേരള ടൂറിസത്തെയും ഇത് ബാധിച്ചിട്ടില്ല, ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. നമ്മളെല്ലാവരും കൂടി അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് എന്നും തോന്നുന്ന നിലയിലേക്കുള്ള ഓരോ മൈന്യൂട്ട് ഡെസ്റ്റിനേഷനുകളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ അണിനിരത്തിയിട്ടുള്ള ഒരു മാസ് ക്യാമ്പയിൻ സെപ്റ്റംബർ മാസം ആരംഭിക്കുന്നു. തിങ്കളാഴ്ച മൊത്തം കാര്യങ്ങളുടെ ആലോചന യോഗം നടക്കുന്നു. ഉടനെ തന്നെ അതിന്റെ ഭാഗമായി മറ്റു കാര്യങ്ങളും കൈക്കൊള്ളും. നമ്മളിത് അതിജീവിക്കും, ഒരു പ്രയാസമില്ല. ടൂറിസം മേഖല അതിജീവിക്കും. വയനാട്ടിലെ നെല്ലിക്ക കച്ചവടം നടത്തുന്നവർ മുതൽ റിസോർട്ട് ഉടമകൾ വരെ ഇതിന്റെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. എല്ലാവരോടും ഞാൻ പറയുകയാണ്, നമുക്ക് കൂട്ടായി നിന്നുകൊണ്ട് ഇത് അതിജീവിക്കാം. അതിന് എല്ലാ നിലയിലുള്ള ഇടപെടലും ടൂറിസം വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാവും.
താങ്ക് യു മിനിസ്റ്റർ, താങ്ക്സ് അലോട്ട്. രണ്ടാമത്തെ പ്രഖ്യാപനവും വന്നു കഴിഞ്ഞു. മാസ് ക്യാമ്പയിൻ ആരംഭിക്കും. ഈ വയനാട് ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങൾ തുറന്നു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം തിങ്കളാഴ്ച ഉണ്ടാവും. പോരെ? അപ്പോൾ നമ്മുടെ ക്യാമ്പയിൻ മാത്രമല്ല, നമ്മളിപ്പോൾ നടത്തിയതുപോലെ ഒരു ക്യാമ്പയിൻ, യഥാർത്ഥത്തിൽ മിനിസ്റ്റർ ഉദ്ദേശിച്ച ക്യാമ്പയിൻ ഇന്ന് നമ്മൾ നടത്തി കഴിഞ്ഞു. ഒരു മാസ് ക്യാമ്പയിൻ എല്ലാ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ക്യാമ്പയിനാണ്. താങ്ക് യു മിനിസ്റ്റർ, താങ്ക്സ് എ ലോട്ട്. എന്തായാലും മിനിസ്റ്ററുടെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഇവിടുത്തെ ജനങ്ങളുടെ ആത്മവിശ്വാസം ഇപ്പോൾ ഇരട്ടിച്ചിട്ടുണ്ട്. അവരുടെ മുഖത്തേക്ക് ഒരു ചിരിയും പ്രസാദവും ഒക്കെ കാണാം എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. ഇത് നമുക്ക് മീനങ്ങാടിയിലെ വിശേഷങ്ങളിലേക്ക് വന്നാൽ എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ, എന്തൊക്കെയാണ് ശ്രീ സാറേ? മിനിസ്റ്റർക്ക് മാത്രമല്ല അരുൺ സാറിനും റിപ്പോർട്ടർ ടിവിക്കും പ്രത്യേകം നമ്മൾ ഒരുമിച്ചതാണ്. മിനിസ്റ്ററും പ്രതിപക്ഷ നേതാവും ചാനലും എല്ലാവരും കൂടി നമ്മുടെ പറഞ്ഞാട്ടെ, എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ, എന്തൊക്കെയാണ് ആവശ്യങ്ങൾ? വയനാടിൻ്റെ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തോടൊപ്പം വയനാടിൻ്റെ അതിജീവനവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ലാൻഡ് സ്ലൈഡിന് ശേഷം വയനാട് ജില്ലയിലേക്ക് വരാൻ ആളുകൾ മടിക്കുന്ന ഒരു സാഹചര്യത്തിന് വയനാട് പഴയതുപോലെ തന്നെ ആളുകളെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളൊരു വലിയ സന്ദേശമാണ് റിപ്പോർട്ടർ ടി വി ഇന്ന് ഈ റീബിൽഡ് വയനാട് ഈസ് റെഡി, വയനാട് തയ്യാറാണ്, നിങ്ങൾ വന്നോളൂ, ഞങ്ങൾ കാത്തിരിക്കുന്നു, അല്ലേ? വയനാട് എന്ന ഈ ക്യാമ്പയിനിലൂടെ ആളുകളുടെ മുന്നിൽ വെക്കുന്നത് അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതായത് ഇനി പ്രേക്ഷകരെ നിങ്ങൾ ഒരു കാരണവശാലും ഇതിനകത്ത് തമിഴും കന്നഡയൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിൽ ആരെങ്കിലും? അപ്പോൾ കന്നഡ അറിയാവുന്നവരോട് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ ഒരു തരത്തിലും വിഷമിക്കേണ്ട, നിങ്ങൾ ഇങ്ങോട്ട് പോന്നോളൂ, ഒരു പ്രശ്നവും വയനാടില്ല. ഇവിടെ എന്തൊക്കെയോ കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ടല്ലോ. ഇവിടെ ഗംഭീര പരിപാടിയാണ് ഇനി അങ്ങോട്ട്. ആഘോഷത്തിന്റെ സഭയാണ് ഇനി വരാൻ പോണത്. വടംവലി. അതായത് ദുരന്തത്തിന്റെ ഒരു ആഘാതത്തിൽ നിന്ന് ഈ ജനത തിരിച്ചു വരണം, പുറത്തേക്ക് ലോകത്തേക്ക് വരണം, അവർ ചിരിച്ചു തുടങ്ങണം, അവർ കാഴ്ചകൾ കണ്ടു തുടങ്ങണം. തീർച്ചയായും നിങ്ങൾ വന്നാലേ അതൊക്കെ സാധ്യമാവും. ഇവിടുത്തെ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എത്ര നേരം ചിരിക്കും. നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവർ ഇവിടെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് പോന്നോളൂ, ചിരിക്കാൻ ഇവർ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇത്